കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതം ചെലവഴിച്ചതിൽ കോട്ടയം നഗരസഭ ഏറെ പിന്നിൽ. അനുവദിക്കപ്പെട്ടതിൽ പകുതി തുക മാത്രമാണ് കോട്ടയം നഗരസഭ ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് അനുവദിക്കുന്ന ഫണ്ട് വിഹിതം പകുതിയായി കുറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോട്ടയം നഗരസഭ പൊതുജനങ്ങൾക്കായുള്ള പദ്ധതിയിൽ ചെലവഴിച്ചത് 56% മാത്രമാണ്. അതായത് 30 കോടി രൂപയിൽ പാതി മാത്രം. സംസ്ഥാന തലത്തിൽ പല നഗരസഭകളും 60% കൂടുതൽ ഫണ്ട് വിഹിതം ചെലവഴിച്ചപ്പോഴാണ് കോട്ടയം പിന്നിലായത്. ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിക്കാത്തതിനാൽ നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചു കിട്ടുന്ന തുകയും കുറയും. ഇത് നഗരസഭയിലെ മൊത്തം വികസന പ്രവർത്തനത്തെ ബാധിക്കും. കോട്ടയം നഗരസഭയിലെ കാലങ്ങളായിട്ട് വാർഷിക പദ്ധതി നടപ്പാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളാണ് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 3 വർഷക്കാലവും പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ ഏറെ പിന്നിലാണ് കോട്ടയം നഗരസഭ. ഈ വർഷം 52% ആണ് ആകെ ചെലവഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പദ്ധതി നിർവഹിക്കുന്ന സമയത്തും അത് നടപ്പാക്കുന്ന സമയത്തും ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരും അത് തയ്യാറാക്കുന്ന വ്യക്തികളും തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മയാണ് പ്രധാന കാരണം. കാരണം പദ്ധതി നടപ്പാക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും നടക്കാത്ത പദ്ധതികൾ ലിസ്റ്റിൽ കയറുകയും അത് നടപ്പാക്കേണ്ട ആലോചനയൊന്നുമില്ലാതെ പദ്ധതി തയ്യാറാക്കുന്നതാണ് ഏറ്റവും വലിയ വീഴ്ച കോട്ടയം നഗരസഭയിൽ ഇപ്പോഴുള്ളത്. നഗരസഭയിലെ ഇടതു വലതു മുന്നണികൾ വികസന വിഷയത്തിൽ പോരടിച്ചതാണ് ഫണ്ട് വിനിയോഗം പാളിയതിനു കാരണം. പദ്ധതികളുടെ അംഗീകാരം നേടിയെടുക്കാൻ വൈകിയതോടെ പൂർത്തീകരണത്തിന് ആവശ്യത്തിന് സമയം ലഭിച്ചില്ല. 2022-23 വാർഷിക പദ്ധതിയിൽ 91% ചെലവഴിച്ചിരുന്നു കോട്ടയം നഗരസഭ. അതിനാൽ നടപ്പ് സാമ്പത്തിക വർഷം 7 കോടി രൂപ അധികമായും ലഭിച്ചിരുന്നു. ഇങ്ങനെ മികച്ച പ്രകടനം നടത്തിയ നഗരസഭയാണ് ഇത്തവണ ഏറെ പിന്നിലായത്. ജനം, കോട്ടയം.